ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് UK-ൽ ഇനി സ്റ്റഡീസിന് വരുന്നവർക്ക് യൂണിവേഴ്സിറ്റികൾ സജസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഉപരി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണമുള്ള കോഴ്സുകളെ സജസ്റ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ AI ഡിഗ്രീസിനെ കുറിച്ച് ഒരു ഔട്ട്ലുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് UK-ൽ പഠിച്ചു വരുവാണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ട് ജോബ് കിട്ടാനായിട്ട് മറ്റേത് കോഴ്സിനെയും കാട്ടി നല്ലൊരു പോസിബിലിറ്റീസ് ഉള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. യെസ് ഗൈസ്, ഫസ്റ്റ് തന്നെ അഡ്മിഷന്റെ കേസ് പറഞ്ഞുതരാം. യെസ്, പലരും ഇപ്പോഴും ഒളിഞ്ഞും വളഞ്ഞും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്കും ഏജൻസി ഇല്ല എന്നുള്ളത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഞങ്ങൾക്ക് ഏജൻസി ഉണ്ട്. ഞങ്ങൾ 10-12 വർഷത്തിന് മേലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസിയാണ്. ഞങ്ങൾ ആൾക്കാരെ പിടിക്കാനായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമുക്ക് കൂടുതലും റെഫറൻസ് വഴി വരുന്ന അഡ്മിഷൻസ് ആണ് കൂടുതൽ. പിന്നെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നവർ അഡ്മിഷൻ എടുക്കാറും ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. ഇനി മറ്റൊരു കാര്യം, UK-നെ കുറിച്ച് നമ്മൾ നിരന്തരം അപ്ഡേറ്റുകൾ തരാറുണ്ട്. UK-ലെ നിയമമാറ്റങ്ങളും UK-ൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളും ഇവിടെയുള്ള ഇപ്പോഴുള്ള പ്രോബ്ലംസും നിങ്ങൾ മുന്നിലോട്ട് എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എന്തെങ്കിലും കാര്യമില്ലാതെ ഒരിക്കലും വീഡിയോ ചെയ്യില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അഡ്മിഷന് വേണ്ടി ഇല്ലെങ്കിൽ മറ്റെന്തും ഒരു ഷോ ഓഫ് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചാനൽ അല്ലാന്ന് ഒരു പക്ഷേ കുറേ നാളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്നത് ഇവിടെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരണം എന്നുള്ള 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. യെസ് ഗൈസ്, ഇപ്പോൾ UK-ൽ വരാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടും തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ കോഴ്സുകൾ ഇല്ലെങ്കിൽ ഏത് കോഴ്സാണെന്ന് പറയാം, അഭിമാനത്തോടു കൂടി പറയാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എൻവയോൺമെന്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നുള്ള കോഴ്സുകളാണ് ഞാൻ കൂടുതലായിട്ടും നിങ്ങൾക്ക് UK-ൽ ഈ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിരുന്നു, അഭിമാനത്തോട് പറയുന്നു. സൗദി അറോംകോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പല സൈറ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. റിലയൻസിൽ ഞാൻ UP-ൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അവിറ്റീസിൽ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്നെ ബോഷ് ഹോൾഡറും എല്ലാം ആയതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് UK-ൽ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിച്ച് ഞാൻ ഗൾഫിൽ എനിക്ക് 10, 20, 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് UK-ൽ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടുമോ? കാരണം നെബോഷ് വരുന്നത് UK-ലാണ്. ഞാൻ അങ്ങനെ പറയുവാണെങ്കിൽ ഇല്ല. അങ്ങനെ നിങ്ങൾ ഒരു വിദേശ രാജ്യത്ത് നിന്ന് നിങ്ങൾ UK-ലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ജോബിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ വെറും 10% മാത്രമാണ് സാധ്യതകൾ. അത്രയും നല്ല കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ UK-ൽ ജോലി കിട്ടി അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, വന്നിട്ടുമുണ്ട്. പക്ഷേ അത് ഞാൻ വെറും 10% ആണ് ഞാൻ നിങ്ങൾക്ക് ചാൻസ് തരുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ജോലി കിട്ടാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നെബോഷ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് UK-ൽ ജോലി കിട്ടണമെന്നില്ല. UK-ൽ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ UK-ലെ റെഗുലേഷൻസും UK-ലെ നിയമങ്ങളെക്കുറിച്ചും UK-ലെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നിയമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞാൽ മാത്രമാണ് UK-ൽ ജോലി കിട്ടുള്ളൂ. നിങ്ങൾ വിദേശത്ത് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു, അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സോ ഇല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ മറ്റ് കോഴ്സുകളോ എടുത്ത് പഠിച്ചു, അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ UK-ലോ ഇല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രിയിലോ വന്ന് ജോലി നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് കുറവായിരിക്കും. നമ്മൾ അതാത് രാജ്യത്തിന്റെ നിയമ മാറ്റങ്ങളെക്കുറിച്ചും അവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചാൽ മാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇതേ യൂറോപ്യൻ കൺട്രിയിലേക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള സാധ്യതകൾ വെറും 10%. ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, നിങ്ങൾ ഏത് രാജ്യമാണോ അതാത് രാജ്യത്തിൽ ചെന്ന് ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കോഴ്സ് എടുക്കാൻ തയ്യാറാവുന്നവർക്ക് A to Z അസിസ്റ്റൻസും ഇവിടെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് യൂട്യൂബിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ മുമ്പിൽ പറഞ്ഞ ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്ന ഇല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് തരുന്ന കാര്യങ്ങൾ. അല്ലാതെ ഏജൻസികൾ പോലെ അഡ്മിഷൻ കിട്ടാണ്ട് ഉള്ള വായി തോന്നിയ നുണയും വിളിച്ച് പറഞ്ഞിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യുന്നില്ല എന്നുള്ളത് മുന്നേ തന്നെ എടുത്ത് പറയാം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ പോവാണ്, ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സുകൾ എന്തുകൊണ്ട് UK-ൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മളൊരു റിസർച്ചിലാണ്. ഈ റിസർച്ചിൽ UK-ൽ വന്ന്, അതായത് ഈ പറഞ്ഞ കെയർ വിസയല്ലാതെ
പഠിച്ച വിഷയത്തിൽ ജോലി ലഭിച്ചിട്ടുള്ള ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിച്ച ആളുകളുടെ ലിസ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ സർക്കിളിൽ തന്നെ എനിക്കറിയാവുന്ന കുറേയധികം സുഹൃത്തുക്കൾ തന്നെ നമ്മൾ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളും കണ്ട് UK വന്ന് പഠിച്ച് നമ്മുടെ തന്നെ അഡ്മിഷൻ എടുത്തു കൊടുത്ത് വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ തന്നെ മാനേജർ റോളുകളും ഇല്ലെങ്കിൽ UK അയർലൻഡിലുമായിട്ടും വർക്ക് ചെയ്തു തുടങ്ങി സ്പോൺസർഷിപ്പ് ജോബ് കിട്ടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ ഇതിനകത്ത് അത് എനിക്ക് പഠിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ്. യെസ്, കിട്ടിയില്ല എന്നുള്ളതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് ചിന്തിക്കുക തന്നെ വേണം. കാരണം അവർക്ക് എന്തുകൊണ്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യത്തിൽ അവർ വന്ന ഉടൻ തന്നെ അവർ നാട്ടിലെ ബോഷും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ച് ഇവിടെ അതിൻ്റെ ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് എടുത്തിട്ടാണ് വന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവർക്ക്. ഒന്നാമത്തെ കാര്യം ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇവിടുത്തെ കോഴ്സും കൂടി ആയപ്പോൾ ഇവിടുത്തെ ലോക്കൽ ലോസും കാര്യങ്ങളും മനസ്സിലായതുകൊണ്ട് തന്നെ കമ്പനീസ് അവരെ ഹയർ ചെയ്ത് തുടങ്ങി. അതിപ്പോൾ ആമസോൺ ആവട്ടെ, മറ്റ് ഒരുപാട് എഞ്ചിനീയറിംഗ് കമ്പനീസ് ആവട്ടെ, ഇവരെ ഹയർ ചെയ്ത് തുടങ്ങി. അതാണ് പച്ചയായ യാഥാർത്ഥ്യം. അതുമാത്രമല്ല, സ്റ്റുഡന്റ് വിസ പീരീഡിലും പാർട്ട് ടൈം പലരും ചെയ്തിരിക്കുന്നത് എനിക്കറിയാവുന്ന വെച്ചാൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ തന്നെ പാർട്ട് ടൈം ചെയ്തിരിക്കുന്നതും കാണാനായിട്ട് സാധിച്ചു. അവർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം അവർ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് അവർ വർക്ക് ചെയ്തു, പരിശ്രമിച്ചു, ലഭിച്ചു, നേടി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ ആ കാറ്റഗറിയിലുള്ളവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ല എന്ന് പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെ പ്രൊഫൈൽ റെഫർ ചെയ്താൽ മാത്രമായിരിക്കും കിട്ടുക. ചിലർക്ക് എല്ലാ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉണ്ടായാൽ പോലും പ്രോപ്പറായിട്ട് ഒരു CV ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക്, ഒരു കവർ ലെറ്റർ ചെയ്യാൻ അറിയാത്ത ആളുകൾ, ഒരു പ്രോപ്പർ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിയാത്ത ആളുകൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നതിന് അത്ഭുതമില്ല. അപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചതല്ലാതെ അതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ സ്കിൽസും കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമാണ്. സോ എൻ്റെ അറിവിൽ കുറേ അധികം ആളുകൾക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി UK വന്ന് പഠിച്ച് ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി കിട്ടാതിരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ എനിക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല, സ്വന്തമായിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേഖലയിൽ കൺസൾട്ടേഷൻ കമ്പനീസ് വരെ ഓൺ ചെയ്തിട്ടുള്ള മലയാളികളെ ഞാൻ ഓൾറെഡി ഇന്റർവ്യൂ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ജോലി കിട്ടിയ ആളെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UK ഒരു സ്റ്റഡീസ് നോക്കുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എൻവയോൺമെന്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയുള്ള കോഴ്സുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി പോലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UK ഒന്ന് പഠിക്കാം. പഠിക്കുമ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ നോക്കുക, പഠിക്കുന്ന വിഷയത്തിൽ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക, എക്സ്പീരിയൻസ് പാർട്ട് ടൈം അതിനകത്ത് തന്നെ ലഭിക്കാനുള്ള പരിശ്രമം നടത്തുക, പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം എക്സ്ട്രാ സ്കിൽസും എക്സ്ട്രാ സർട്ടിഫിക്കേഷനും, ISO പോലത്തെ സർട്ടിഫിക്കേഷൻസും OSHA പോലത്തെ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാനും നേടാനും നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UK ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സ് നല്ലൊരു കോഴ്സാണ്. ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടാറുണ്ട്. UK അല്ലെങ്കിൽ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്കും സ്പോൺസർഷിപ്പ് കിട്ടാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ വന്ന് വിജയിച്ച ഒരു ഫീൽഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡായിട്ട് എനിക്കിപ്പോൾ നമ്മളുടെ സർക്കിളിൽ കുറച്ച് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്കത് ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് 2025 റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് നിങ്ങൾക്ക് 2025 റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജോലി കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് അനലൈസ് ചെയ്യുക. പ്രോപ്പർ ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇപ്പൊ നമ്മളും കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്, 1-to-1 കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൊഫൈൽ നോക്കി ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ CV എടുത്തു നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ CV നമുക്ക് മനസ്സിലാവും. ഒരു വകയ്ക്ക് കൊള്ളാത്ത CVകളായിട്ട് വന്നിട്ട് ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ അവര് തന്നെ ഈ പറഞ്ഞ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ തന്നെ മാനേജർ ആയിരുന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ പോലും അവരുടെ CVക്കകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുക, അപ്ഡേറ്റ് ആവുക, അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ എടുത്ത് പറയട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സ് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും. അത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനിപ്പോൾ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്റർ, MMU മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച്, അതുപോലെ തന്നെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡ്, അതുപോലെ തന്നെ ലീസ് ബെക്കറ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ്, കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി പഠിച്ചിരിക്കുന്ന ആൾക്കാരെ കുറച്ച് പേര് നമുക്കറിയാം. അതുപോലെ തന്നെ സാൽഫോർഡിൽ പഠിച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ സാൽഫോർഡ് കൂടുതലും റെക്കമെൻഡ് ചെയ്യും, അതുപോലെ മിഡിൽസെക്സും കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രീൻവിച്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കട്ടിയാണ് പഠിക്കാൻ താല്പര്യമുള്ള അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുക. ഇവിടെയുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. MSc ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കെയർ, MSc ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്, and MSc അപ്ലൈഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് വിത്ത് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ്, അതുപോലെ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് വെൽബീങ് മാനേജ്മെന്റ്, സേഫ്റ്റി ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി MSc, അതുപോലെ MSc ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെന്റ് മാനേജ്മെന്റ്, MSc ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഓക്കെ, ഇതാണ് കോഴ്സുകൾ. ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡോക്ക് ലിങ്ക് കാണാൻ സാധിക്കും. ആ ഗൂഗിൾ ഡോക്ക് ലിങ്ക് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എക്സ്പേർട്സ് ആയിട്ടുള്ള കൺസൾട്ടൻസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, UK വരുമ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ആവരുത്,
കോഴ്സ് എടുത്ത് വരുമ്പോൾ അത് ഭാവിയിലേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് എടുത്ത് വരിക. UK-യുടെ സാഹചര്യങ്ങൾ കണ്ടും മനസ്സിലാക്കിയ ശേഷം മാത്രം വരിക. വലിയ ലോണുകളും ഗ്രാജുവേഷൻ കോഴ്സ് പോലുള്ള കോഴ്സുകളൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി ചെയ്ത് മാത്രം UK-യിലേക്ക് വരാൻ തയ്യാറാവുക. ഞങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കരുത്. നിങ്ങൾ പ്രോപ്പർ റിസർച്ച് നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഏജൻസി നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. കാണാം. ബൈ.